ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറികളിലൊന്ന് പച്ചടിയാണ്. അത് പൈനാപ്പിൾ പച്ചടിയും കൂടി ആകുമ്പോൾ കൂടുതൽ ഇഷ്ടമാണ്. നിങ്ങൾ ആരൊക്കെ ഇപ്രാവശ്യത്തെ ഓണത്തിന് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു? ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ആദ്യം പച്ചടി ഉണ്ടാക്കി. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഈ പൈനാപ്പിൾ പച്ചടി. മധുരവും പുളിയും എരിവും എല്ലാം കൂടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പകുതി പൈനാപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പകുതി പൈനാപ്പിൾ തൊലി കളഞ്ഞിട്ട് നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്യൂബാക്കിയിട്ട് എടുത്താൽ മതി. ഒരുപാട് ചെറുതാക്കും വേണ്ട, ഒരുപാട് വലുതാക്കും വേണ്ട. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നമ്മൾ കറിയിലൊന്നും ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടെ ചേർക്കും. ഇനി ഒരു 2 പച്ചമുളകും കൂടെ വേണം. പച്ചമുളക് എടുക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. എരിവ് കുറച്ച് മതിയെങ്കിൽ പച്ചമുളക് ഒരെണ്ണം എടുത്താലും മതിയാവും. ഞങ്ങളിവിടെ അത്യാവശ്യത്തിന് എരിവൊക്കെ കഴിക്കുന്ന ആൾക്കാർ, അത് കാരണം കൊണ്ട് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കപ്പ് തൈര് വേണം. ഒരുപാട് പുളിയുള്ള തൈരൊന്നും എടുക്കണമെന്നില്ല, എന്നാൽ തീരെ പുളിയില്ലാത്ത തൈരും എടുക്കരുത്. നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അതിൽ വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ. ഈ തൈര് കൂട്ടി അരച്ചിട്ടാണ് നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നത്. ഇനി അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് മുന്തിരിയാണ്. കറുത്ത മുന്തിരി കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. കാണാനൊരു ഭംഗി ഉണ്ടാവും. മഞ്ഞ കളറിൽ കറുപ്പ് കളർ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. മുന്തിരിയൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് എടുക്കണം കേട്ടോ. ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ച് വരുന്നതാണ്. ഞാനിവിടെ വിനെഗറിലും ഉപ്പിലൊക്കെ ഇട്ട് കഴുകിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ചോട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി പൈനാപ്പിൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ പാത്രത്തിലാവുക കാരണം കൊണ്ട് കുറച്ച് സമയം എടുക്കും. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ, നമ്മളിതിൽ മധുരം ചേർക്കണമല്ലേ. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. ഞാനിവിടെ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തിറക്കുന്നത്, അതുകൊണ്ടാണ് 1 സ്പൂൺ ചേർത്തത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം എടുക്കും പൈനാപ്പിൾ ഒന്ന് വെന്ത് കിട്ടാൻ. അപ്പോഴത്തേനും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള തൈര്, തേങ്ങ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തു. ചില ആൾക്കാരൊക്കെ പൈനാപ്പിളിൽ ആദ്യം തേങ്ങ അരച്ച് ചേർത്ത് എന്നിട്ട് അത് വറ്റിച്ചെടുത്ത് ലാസ്റ്റ് തൈര് ചേർത്ത് വറുത്തിടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനെപ്പോഴും ഇങ്ങനെയാട്ടോ ഉണ്ടാക്കാറ്. ഇതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. ഞാൻ ഏത് പച്ചടി ഉണ്ടാക്കുമ്പോഴും തേങ്ങയും തൈരൊന്നും അധികം വേവിക്കാറില്ല. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെ ഒന്നും അരയ്ക്കേണ്ട, ചെറുതായിട്ടൊരു തരിതരിപ്പ് പോലെ അരച്ചെടുത്താൽ മതി. തേങ്ങ ഇതവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ, പേസ്റ്റ് പോലെ ഒന്നും ആയിട്ടില്ല. ചെറുതായിട്ടൊരു തരിതരിപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് അരച്ചെടുക്കാൻ. അരപ്പ് തയ്യാറാക്കിയപ്പോഴത്തേനും നമ്മുടെ പൈനാപ്പിളൊക്കെ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിളിലെ വെള്ളമൊക്കെ വറ്റി നല്ല പാകമായി വന്നിട്ടുണ്ട്. ഈ പൈനാപ്പിൾ ഇങ്ങനെ വെന്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് മധുരം ചേർക്കാൻ. ഞാനിവിടെ മധുരത്തിന് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ശർക്കര ചേർക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കാം. ശർക്കര ആണെങ്കിലും പഞ്ചസാര ആണെങ്കിലും കഷ്ണം വെന്തതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതല്ലാച്ചെങ്കിൽ കഷ്ണം വേവാൻ ഒരുപാട് സമയമെടുക്കും. അതുമാത്രമല്ല കഷ്ണം വെന്ത് കഴിഞ്ഞാലും ഭയങ്കര ഹാർഡായിട്ടിരിക്കും. ഇനി നമുക്ക് ഈ പഞ്ചസാരയൊക്കെ എല്ലായിടത്തും പിടിക്കണ പോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പഞ്ചസാരയിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കറിയിലെ വെള്ളമൊക്കെ വറ്റി പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മുന്തിരി ഒരുപാട് വെന്ത് പോകുന്നു വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മാത്രം മതി. ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്ത കാരണം കൊണ്ട് ഇവിടെ നമ്മുടെ അരപ്പിൽ അധികം വെള്ളമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഈ അരപ്പ് ചേർക്കുമ്പോൾ തീ എപ്പോഴും സിമ്മിലിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ തേങ്ങയും തൈരൊക്കെ വെന്ത് പോവും. ഇപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കറി ഒന്ന് വറുത്തിടും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തു. ഇനി കടുക് ഒന്ന് നന്നായി പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കാം. അപ്പോൾ ഇതാ കടുക് ഇവിടെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കാം. ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തിട്ട് കറിയിൽ ചേർക്കാം. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാറെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ആൾക്കാർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഫീഡ്ബാക്ക് പറയണേ.
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.